നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് പാകിസ്ഥാനിലെ ഒരു അധോലോക നായകനായ അമീർ സർഫറാസ് താംബ എന്ന ഒരു ഭീകരനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ പാകിസ്ഥാനിനുള്ളിലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. താംബയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ ആരോപിച്ചു കഴിഞ്ഞു. നിരവധി കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ ഈ ഇടെയായി അജ്ഞാതർ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് 2020 ശേഷം 20-ലധികം ആളുകളെയാണ് പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ച് കൊന്നത്, വിവിധ രീതികളിൽ കൊലപാതകങ്ങൾ നടത്തിയത്. ഇതിന് പിന്നിലെല്ലാം ഇന്ത്യയാണ് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്നത്. പക്ഷേ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് ഇന്ത്യ പറഞ്ഞു. കാനഡയും നമുക്കറിയാം അവിടെ നടന്ന ചില കൊലപാതകങ്ങളിൽ ഇന്ത്യയുടെ പേര് വലിച്ചിഴച്ചിരുന്നു. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട ഈ അമീർ സർഫറാസ് താംബ എന്ന വ്യക്തി അല്ലെങ്കിൽ എന്ന ഭീകരൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരെയാണ് കൊന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വലിയ വലിയ ആക്രമണങ്ങൾ അല്ല അയാൾ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ലഷ്കർ ഇ ത്വയ്ബ ഭീകരവാദിയായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിൻ്റെ അടുത്തയാളാണ് എന്നും താംബ പറയപ്പെടുന്നുണ്ട്. സരംജിത് സിംഗ് എന്ന സാധുവായ ഒരു മനുഷ്യൻ, അറിയാതെ അതിർത്തി കടന്നുപോയ ഒരു മനുഷ്യനെ പാകിസ്ഥാൻ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി ഇല്ലാത്ത കേസുകളൊക്കെ ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒടുവിൽ ദയാഹർജി നൽകി വിട്ടയക്കാനുള്ള തീരുമാനമെടുത്തതിന് ശേഷം ജയിലിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഒരു ചരിത്രത്തിൻ്റെ അധ്യായമാണ് ഈ സരംജിത് സിംഗിൻ്റെ കൊലപാതകം. 1990 സരംജിത് സിംഗ് അറിയാതെ മദ്യപിച്ച് ബോധരഹിതനായി പാകിസ്ഥാൻ അതിർത്തി കടന്നു പോകുന്നത്. അവിടെ നിന്നും പാക് സൈനികർ ഇദ്ദേഹത്തെ പിടികൂടുന്നു. പിന്നീട് 89 ലാഹോറിലും മുൾട്ടാനിലും നടന്ന ചില ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഈ സരംജിത് സിംഗിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞുകൊണ്ട് 1991 തന്നെ 90-ൽ പിടികൂടിയ സരംജിത് സിംഗിനെ 91 തന്നെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. നീണ്ടനാൾ വധശിക്ഷ കാത്ത് സരംജിത് സിംഗ് ഏതാണ്ട് 22 വർഷത്തോളം പാകിസ്ഥാൻ്റെ ജയിലറകളിൽ കഴിഞ്ഞു. അതിനുശേഷം നിരവധി ദയാഹർജികളും അതുപോലെ തന്നെ അപ്പീലുകളും എല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സരംജിത് സിംഗിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിവിധ ശ്രമങ്ങൾ നയതന്ത്ര തലത്തിൽ തന്നെ നടന്നു. പക്ഷേ അതിനൊന്നും പാകിസ്ഥാൻ ചെവി കൊടുത്തില്ല. ഏറ്റവും ഒടുവിലായി 2012 സരംജിത് സിംഗിനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിക്കുന്നു. ആ വിട്ടയക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം 2013 സരംജിത് സിംഗിനെ ജയിലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മർദ്ദനമേറ്റത് 2013 ഏപ്രിൽ മാസം 26 തുടർന്ന് ലാഹോറിലെ ഒരു ആശുപത്രിയിലായ സരംജിത് സിംഗിൻ്റെ ജീവൻ പിന്നീട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മെയ് 1 അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇത്രയും ദിവസം ഇന്ത്യ പല രീതിയിൽ പല തവണയായി പാകിസ്ഥാനോട് സരംജിത് സിംഗിനെ ഇന്ത്യയിലേക്ക് മാറ്റണമെന്നും വിദഗ്ധ ചികിത്സ നൽകണമെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റണമെന്നും ഒക്കെ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടമോ സൈന്യമോ ഇത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഈ സരംജിത് സിംഗിൻ്റെ കൊലപാതകിയെ മെയ് 1 അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ കൊലപാതകിയെ തെളിവില്ല എന്ന് കണ്ട്, അതായത് പാകിസ്ഥാൻ അധികൃതരുടെ മുമ്പിൽ, ജയിൽ അധികൃതരുടെ മുമ്പിൽ വെച്ച് നടന്ന ഒരു കൊലപാതകത്തിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സർഫറാസ് താംബയെ വെറുതെ വിടുകയുമായിരുന്നു. സരംജിത് സിംഗിൻ്റെ മൃതദേഹം ഒടുവിൽ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടിയപ്പോൾ വീണ്ടും ഇന്ത്യയിൽ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഹൃദയവും വൃക്കകളും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ സരംജിത് സിംഗിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഇന്ത്യക്കാരെ എല്ലാം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പാകിസ്ഥാൻ സരംജിത് സിംഗിനോട് നീതി കാട്ടിയില്ല എന്ന് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ചെയ്യാൻ കഴിഞ്ഞത്. ഇങ്ങനെ മൻമോഹൻ സിംഗ് പാകിസ്ഥാന്റെ അനീതി കണ്ട് ദുഃഖം രേഖപ്പെടുത്തിയ ആ സരംജിത് സിംഗിൻ്റെ കൊലപാതകത്തിന് കാരണമായ സരംജിത് സിംഗിനെ ജയിലിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഈ ഭീകരനെയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ കാലത്ത് അജ്ഞാതർ കൊലപ്പെടുത്തിയത് എന്ന സത്യം ഒരു ഓർമ്മപ്പെടുത്തലായി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.